ഓണാഘോഷം ഇനിയും അവസാനിച്ചിട്ടില്ല. വിസ്മയ കാഴ്ചകളും സന്തോഷവും നിറഞ്ഞ മേപ്പാടം ഓണം ഫെസ്റ്റ് നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്നു. കാശ്മീർ താഴ്വരയുടെ സൗന്ദര്യം, വർണ്ണ മത്സ്യങ്ങൾ, വ്യത്യസ്തങ്ങളായ പക്ഷികൾ, കുട്ടികൾക്കായി സാഹസിക റൈഡുകൾ, ബോട്ടിംഗ്, വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ, രുചികരമായ ഭക്ഷണം, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ഒരിടത്ത്. ഒക്ടോബർ 4 മുൻപ് വന്ന് ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ രാത്രി 10 മണി വരെ. നിങ്ങളുടെ സായാഹ്നങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ ഉടൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റിലേക്ക് വരൂ. ISROയും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും ചേർന്ന് സ്പേസ് ഓൺ വീൽസ് പ്രദർശനം സംഘടിപ്പിക്കുന്നു. നാസയുടെ ഹാക്കത്തോൺ ഒക്ടോബറിൽ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കും. ISROയും ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പേസ് ഓൺ വീൽസ് ശാസ്ത്ര പ്രദർശനം സെപ്റ്റംബർ 23 കോളേജിൽ നടക്കും. രാവിലെ 10 മുതൽ വൈകുന്നേരം 3 വരെ നടക്കുന്ന ഈ പ്രദർശനത്തിൽ ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മാതൃകകളും ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിക്കുന്ന സൂട്ടുകളും കാണാൻ സാധിക്കും. ശാസ്ത്രത്തിൽ താൽപര്യമുള്ള ആർക്കും സൗജന്യമായ പ്രദർശനം കാണാവുന്നതാണ്. അതോടൊപ്പം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആഗോള ഹാക്കത്തോൺ നാസ സ്പേസ് ആപ്സ് ചലഞ്ച് ഒക്ടോബർ 4-5 തീയതികളിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കും. ലേൺ, ലോഞ്ച്, ലീഡ് എന്ന ആശയത്തിൽ നടക്കുന്ന ഈ ഹാക്കത്തോൺ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നു. ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പുറമെ താൽപര്യമുള്ള ആർക്കും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. രജിസ്ട്രേഷന് വേണ്ട സഹായങ്ങൾക്കായി കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജിനേഷ് 9400086378 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കഴിഞ്ഞ വർഷം 426 ടീമുകളിലായി 4205 പേരെ പങ്കെടുപ്പിച്ച് ജ്യോതി കോളേജ് ശ്രദ്ധ നേടിയിരുന്നു. ഈ വർഷവും മികച്ച പ്രകടനം നടത്തുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, പ്രിൻസിപ്പൽ ഡോക്ടർ പി സോജൻലാൽ, ഡോക്ടർ ഷൈനി, ജോർജ് ചിറമൽ, അഖിൽ ബാലകൃഷ്ണൻ, മാത്യു എബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏജൻസിയാണ് നാസ, ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയാണ്. അവർ ഇതേവരെയായിട്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്പേസിലേക്ക് ധാരാളം വാഹനങ്ങൾ വിട്ടു, ചന്ദ്രനിൽ കാലുകുത്തി, ചൊവ്വയിലേക്ക് പോയി, മറ്റു പല പരിപാടികൾ. അവർ ഈയിടെയായിട്ട് ഒരു 10-15 കൊല്ലമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലോകത്തിലുള്ള സകല ജനങ്ങളെയും ഈ മേഖലയിൽ പ്രബുദ്ധരാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഹാക്കത്തോൺ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുണ്ട്. കഴിഞ്ഞ ഒരു 14-15 വർഷമായിട്ട്. അപ്പോൾ ഒരു 160ഓളം രാജ്യങ്ങളിൽ 400-ലധികം സെന്ററുകളിലായിട്ട് ഒരേ സമയം ഹാക്കത്തോൺ നടത്തുകയാണ്. 2 ദിവസം 48 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഹാക്കത്തോണാണ്. അതിൽ അവർ തന്നെ കുറേ ചാലഞ്ചസ് നേരത്തെ അറിയിക്കും. നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന, അതിനെ നല്ല രീതിയിൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ധാരാളം ചാലഞ്ചസ് ആണ്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കൂടുതൽ അതിശൈത്യം വരുമ്പോൾ, അത്യുഷ്ണം വരുമ്പോൾ ഇതുമൂലം കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുമോ? ന്യൂസ് ഡെസ്ക് CCV.